അതുകൊണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞ വളരെ ബീഭത്സമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അത് നമ്മുടെ പെൺകുട്ടികളുടെ കാര്യമാണ്. ബീഭത്സം കേട്ടാൽ ഇതാ കേട്ട് കഴിഞ്ഞാൽ ഒരാൾ വിചാരിക്കും ഇങ്ങനെയാണെങ്കിൽ ഒരു പെൺകുട്ടിയായി തീർന്നാൽ എങ്ങനെയാണ് ജീവിക്കുക എന്ന് പോലും ചിലപ്പോ തോന്നിപ്പോകും. ആ വിധത്തിലുള്ള ആയതുകൊണ്ട് അത് ഞാൻ വളരെ പെട്ടെന്ന് പറയാണ്. കാരണം എല്ലാം നമുക്ക് പറയാൻ നിവൃത്തിയില്ല, നേരം ഇല്ല. ഇനിയിപ്പോ തണുപ്പൊക്കെ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് പോകേണ്ടി വരും. നല്ല തണുപ്പുള്ള സ്ഥലമാണ് ഇവിടെ. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? പറഞ്ഞിട്ടുള്ളത് വിവാഹത്തിന്റെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം പറഞ്ഞത് 6 വയസ്സിൽ വിവാഹം കഴിക്കണമെന്നാണ്. 6 വയസ്സിൽ വിവാഹം കഴിക്കണം പെൺകുട്ടികൾ. 6 വയസ്സിൽ വിവാഹം കഴിച്ചിട്ട് 15-ാം ദിവസം ശാരീരികമായിട്ട് ബന്ധപ്പെടണമെന്ന് 15-16 അങ്ങനെ ദിവസം പറഞ്ഞു. എത്ര കഠോരമാണ് എന്ന് ആലോചിച്ച് നോക്കുക. ഒരു പെൺകുട്ടിയെ 6 വയസ്സിൽ വിവാഹം ചെയ്യാം. അത് വിവാഹം ചെയ്യുന്നവൻ ആരാണ്? അദ്ദേഹം പറഞ്ഞത് 80 വയസ്സുള്ള ആളെന്നാ പറഞ്ഞിട്ടുള്ളത്, 6 വയസ്സുള്ള പെൺകുട്ടിയെ. എന്നിട്ട് അദ്ദേഹം വിവാഹവും കഴിഞ്ഞിട്ട് എന്താണ്, വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അദ്ദേഹം മരിച്ചങ്ങ് പോകും. അപ്പൊ ഈ പെൺകുട്ടിയെ കൊണ്ടുപോയിട്ട് എന്താണ്, ചിതയില് ഇടണം എന്നാണ് പറഞ്ഞത്, സതി. എന്നാൽ എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? വിവാഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതും കൂടെ പറഞ്ഞിട്ട്, നമുക്ക് ഒരു കലത്തിൽ ചോറ് വെച്ചാലേ ആ ചോറ് വെന്തോന്നറിയാൻ അതിലെ എല്ലാ വറ്റും നമ്മൾ ഞെക്കി നോക്കണ്ട, 1-2 വറ്റെടുത്ത് നോക്കിയാൽ മതി. അപ്പൊ അദ്ദേഹം നമ്മുടെ ഈ കൊടിത്തോട്ടം പറഞ്ഞ അദ്ദേഹം വെച്ച ആ ചോറും കലത്തില് 1-2 വറ്റ് നമുക്ക് എടുത്തു നോക്കാം. അതെല്ലാം പൊള്ളയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞതെല്ലാം പൊള്ളയാണെന്ന് മനസ്സിലാക്കാം. വിവാഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: 3 വർഷാണി ഋതുമതി കാംക്ഷേത പിതൃശാസനം തതശ്ചതുർത്ഥേ വർഷേതു ചിന്തേത സദൃശം പതി. ഇത് ബൗധായനം പറയുന്ന, ബൗധായന്റെ സ്മൃതിയിൽ പറയുന്നതാണ്. അപ്പോട്ടെ മനു എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം. മനു പറയുന്നത് 3 വർഷാണി ഉദീക്ഷേത കുമാരി ഋതുമതി സതി ഊർധ്വം തു കാലാദേതസ്മാർ വിന്ദേത സദൃശം പതി. 9-ാം അധ്യായത്തില് 90-ാമത്തെ ശ്ലോകം നോക്കാം. ഇതല്ലേ എന്ന് എന്താണ് പറയുന്നത്? ഒരു പെൺകുട്ടി ഋതുമതിയായാൽ, അതായത് അവർക്ക് ആർത്തവം ഉണ്ടായാൽ 3 വർഷാണി, 3 വർഷം എന്ന് പറഞ്ഞാൽ എന്താണ്? 3 വർഷം. 3 വർഷങ്ങൾ ഋതുമതി സതി, ഋതുമതിയായ അവൾ കാത്തിരിക്കണം. ഊർധ്വം തു കാലാത് ഏതസ്മാത്, ഏതസ്മാത് ഊർധ്വം, ഈ പറഞ്ഞ 3 വർഷത്തിന് അപ്പുറം എന്ത് ചെയ്യും? വിന്ദേത സദൃശം പതി. ഈ 3 വർഷത്തിനുള്ളിൽ അച്ഛൻ അവൾക്ക് അനുരൂപനായ, അനുയോജ്യനല്ല അനുരൂപൻ. അനുയോജ്യം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ അനുയോജനം എന്ന് പറഞ്ഞാൽ പിന്നിൽ വെച്ച് കെട്ട, പിന്നിൽ യോജിപ്പിക്കുക എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ചോദിക്കുക എന്നും അർത്ഥമുണ്ട്. അപ്പൊ അനുയോജ്യനല്ല അനുരൂപൻ. അത് പറയുമ്പോൾ ചില ആളുകൾ പറയും അനുരൂപൻ എന്ന് പറഞ്ഞാൽ കാണാനുള്ള രൂപമല്ലേ ഉള്ളൂ എന്ന്. കാണാനല്ല, നമ്മൾ എന്തെല്ലാം നിരൂപണം ചെയ്യുമോ, ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ നിരൂപണം ചെയ്യുമോ ആ വരനുള്ളതായിട്ട്, അതെല്ലാം കൊണ്ടുമുള്ള യോജിപ്പുള്ളവനെയാണ് അനുരൂപൻ എന്ന് പറയുക. നമ്മൾ പ്രായം കൊണ്ടുള്ള ചേർച്ച നോക്കും, അല്ലെ? ശാരീരികമായ ചേർച്ച നോക്കും, സാമ്പത്തികമായ സ്ഥിതി നോക്കും, എല്ലാം നോക്കിയിട്ടാണ്, വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം. അനുരൂപനായ വരനെ 3 വർഷത്തിനുള്ളിൽ. അപ്പൊ ഒരു കുട്ടി ഋതുമതിയാവാന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ 5-6 വർഷത്തിലൊക്കെ, ഞാൻ ഹൈസ്കൂളിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, ഞാൻ UP സ്കൂളിലും പഠിപ്പിച്ചിട്ടുണ്ട്, ഹൈസ്കൂളിലും പഠിപ്പിച്ചിട്ടുണ്ട്, കോളേജിലും പഠിപ്പിച്ചിട്ടുണ്ട്, ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കുട്ടികൾ പലപ്പോഴും 5-ാം ക്ലാസ്സിൽ 6-ാം ക്ലാസ്സിലൊക്കെ ഉള്ള കുട്ടികളാണ് അധികം എന്താവുന്നത്, ഋതുമതികളാവുന്നത്. അപ്പൊ ഒരു 12 വയസ്സൊക്കെ ആവുന്ന കുട്ടികൾക്ക്. അങ്ങനെ ഋതുമതിയായാൽ പിന്നെ 3 വർഷത്തിനുള്ളിലാണ് അച്ഛൻ എന്ത് ചെയ്യണം എന്ന് പറയുന്നത്, അവൾക്ക് അനുരൂപനായ ഭർത്താവിനെ കണ്ടെത്തി കൊടുക്കണം എന്ന് പറയുന്നത്. 3 വർഷത്തിനുള്ളിൽ അച്ഛൻ അനുരൂപനായ ഭർത്താവിനെ കണ്ടെത്തി കൊടുത്തില്ലെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ള വരനെ സ്വീകരിക്കാം. അത് അച്ഛനെ ധിക്കരിക്കലാകുന്നില്ല. അപ്പൊ 6 വയസ്സിലല്ല കല്യാണം. ഋതുമതി ആയതിനു ശേഷം 3 വർഷം. അതിപ്പോ നമുക്കറിയാം, ഇപ്പൊ മഹാത്മാഗാന്ധിയൊക്കെ കല്യാണം കഴിച്ചതൊക്കെ വളരെ ചെറിയ പെൺകുട്ടിയാണ്. മഹാത്മാഗാന്ധി അല്ല, എൻ്റെ അമ്മാമ്മ, എൻ്റെ അമ്മയുടെ അമ്മ, അതുപോലെ എൻ്റെ അച്ഛൻ്റെ അമ്മയും പറയാറുണ്ട്, ഡാ നിന്റെ അപ്പാപ്പൻ എന്നെ കൊണ്ടുവരുമ്പോഴേ ഇതാ എനിക്കിത് ഇവളുടെ പ്രായമുള്ളൂ, എൻ്റെ അനിയത്തെ കാണിച്ചിട്ട് പറയും. അപ്പൊ ആ പ്രായത്തെ, അത് വളരെ മുമ്പൊന്നല്ല, ഈ പറയുന്ന കാലഘട്ടത്തിലാണ്. അപ്പൊ അതിനും അന്നത്തെ കാലം
പിന്നെ അദ്ദേഹം പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്. അതെന്താണ്? ഇനി ഇതിനൊക്കെ എന്താ ഒരു മാറ്റം വരിക? ഒരു മാറ്റം വരാൻ ഒരു നിവൃത്തിയില്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെയല്ല, ഇദ്ദേഹത്തെക്കാൾ ബോധം അവർക്കുണ്ടായിരുന്നു. അവർ പറയുന്നത് 12-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ഇതിൽ പറയുന്ന നിയമങ്ങൾ കാലത്തിനനുസൃതമായി വ്യാഖ്യാനിച്ച് മാറ്റം വരുത്തുവാൻ ആരെല്ലാം വേണം എന്ന് പറയുന്നുണ്ട്. 4 വേദങ്ങളും വേദാംഗങ്ങളും പഠിച്ചവർ, ഉപവേദങ്ങൾ പഠിച്ചവർ എന്ന് പറഞ്ഞാൽ അർത്ഥശാസ്ത്രം, ഇക്കണോമിക്സ് പഠിച്ച ആള് വേണം, ഗാന്ധർവ വിദ്യ പഠിച്ച ആള് വേണം, അതായത് കലകളൊക്കെ ഉള്ള ആള്, സംഗീതമൊക്കെ പഠിച്ച ആള്, സ്ഥാപത്യം, ശില്പികൾ വേണം, ആയുർവേദം പഠിച്ച ആള് ഉപവേദത്തിൽപ്പെട്ടതാണ്. അപ്പോ വൈദ്യർ വേണം, ഇക്കണോമിസ്റ്റ് വേണം, പിന്നെന്താണ്, കലാകാരന്മാർ വേണം. എല്ലാമുള്ള നമ്മുടെ സർവകലാശാലകളുടെ സിൻഡിക്കേറ്റ് പോലെ സമൂഹത്തിന്റെ ഒരു ക്രോസ് സെക്ഷൻ അത് ചേർന്നിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഇതിൽ എന്ത് അമെന്റ്മെന്റ് വരുത്തണം എന്ന് നിശ്ചയിക്കേണ്ടത്. അല്ലാതെ ഞാൻ ഈ പറഞ്ഞ നിയമം ലോകമുള്ളിടത്തോളം കാലം അങ്ങനെ തന്നെ നിലനിൽക്കണമെന്ന് മനു പറഞ്ഞിട്ടില്ല. അത് ഈ പുസ്തകത്തിലുണ്ട്. അപ്പോ അതുകൊണ്ട് എന്താണ്, അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തു, ഇങ്ങനെ കുഴപ്പമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് മാത്രമല്ല, ഉത്കൃഷ്ടായ അഭിരൂപായ, ഇനി ഇതിൽ ഒരു ചെറിയ റിലാക്സേഷൻ ഉണ്ട്. അതായത് ഋതുമതിയായി 3 കൊല്ലത്തിനുള്ളിൽ ചില സാഹചര്യങ്ങളിൽ എന്തുണ്ടാവും, ചിലപ്പോ മോൾക്ക് പറ്റിയ എല്ലാം കൊണ്ടും ചേർന്ന ഒരു വരനെ കണ്ടെത്തുന്നു. ഒരു വരനെ കണ്ടു, ഇയാൾക്ക് എൻ്റെ കുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കാം, പക്ഷെ മോള് ഋതുമതി ആയിട്ടില്ല, ആവാണ്ട് എങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കുക എന്നാണെങ്കിൽ, അപ്പോ അവിടെ പറഞ്ഞിട്ടുള്ള എന്താന്ന് വെച്ചാൽ, അങ്ങനെ നല്ല ഒരു കുട്ടിയെ കാണുകയാണെങ്കിൽ, ഇനി അഥവാ ഋതുമതി ആയിട്ടില്ല, കുറച്ചു കാലം ചെറിയ റിലാക്സേഷൻ ഒക്കെ ചെയ്ത് അങ്ങനെയുള്ള ആൾക്ക് വിവാഹം ചെയ്തു കൊടുത്തോളൂ എന്നാണ്. അങ്ങനെയാണ് ഉത്കൃഷ്ടായ അഭിരൂപായ വരായ സദൃശായ ച, അവൾക്ക് സദൃശനായ എല്ലാം കൊണ്ടും ചേർന്ന ഒരു പയ്യനാണെന്നുണ്ടെങ്കിൽ എന്താണ്, അവളെ ഋതുമതി ആകുന്നതിന് മുൻപും വേണമെങ്കിൽ വിവാഹം ചെയ്തു കൊടുത്തോളൂ. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ കുട്ടിയെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, വരന്റെ അമ്മയോട് പറയും, എന്റെ മോളെ നോക്കിക്കൊള്ളണം കേട്ടോ എന്ന് പറയും. അവൾക്ക് പക്വത വരുന്നത് വരെ അവൾ അമ്മയുടെ കൂടെയാണ് നിൽക്കുക, അമ്മായിമ്മയുടെ കൂടെയാണ് നിൽക്കുക. അപ്പോ അങ്ങനെയുള്ള നിയമങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്, ഞാൻ ഒരുപാട് വിട്ടുകളഞ്ഞിട്ടാണ് പറയുന്നത്. കാമം തു ക്ഷപയേ ദേഹം പുഷ്പമൂല ഫലൈ ശുഭൈഹി. അദ്ദേഹം പറഞ്ഞ വേറൊരു കഠിനമായ കാര്യമുണ്ട്. അതെന്താണ്, അത് ഉടന്തടിച്ചാട്ടം. സതി എന്ന് പറയുന്നത്, സതി അനുഷ്ഠിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. ഭർത്താവ് മരിച്ചു പോയാൽ, ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു പോയെങ്കിൽ അവൾ എന്ത് ചെയ്യണം, അവൾ സന്യാസം സ്വീകരിച്ച പുരുഷനെ പോലെ മിതമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് ശരീരം ക്ഷീണിച്ചു കൊള്ളട്ടെ, അങ്ങനെ പുഷ്പങ്ങളും ഫലമൂലാദികളും ഭക്ഷിച്ചുകൊണ്ട് ആർഭാടപൂർണമല്ലാത്ത ജീവിതം നയിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വാനപ്രസ്ഥവും സന്യാസവും സ്വീകരിക്കുന്ന പുരുഷനെ പോലെ അവൾ വീട്ടിൽ ജീവിച്ചു കൊള്ളട്ടെ എന്നാണ്. അല്ലാണ്ട് അവളെ ഭർത്താവിന്റെ ചിതയിലിട്ട് കൊല്ലാനല്ല പറഞ്ഞിരിക്കുന്നത്. അതാണ് കാമം തു ക്ഷപയേത് ദേഹം, ശരീരത്തെ ക്ഷീണിപ്പിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പുഷ്പ മൂലഫലൈ ശുഭൈഹി, പുഷ്പങ്ങളും ഫലമൂലങ്ങളും കഴിച്ചിട്ട് എന്നർത്ഥം. അപ്രകാരം കഴിയാനാണ്, അതാണ് അതിലെ 5-ാം അധ്യായത്തിൽ 157-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അദ്ദേഹം ഇവിടെ പറഞ്ഞ എന്താണ്, മനുസ്മൃതിയിലെ 5-ാം അധ്യായവും 10-ാം അധ്യായവും അന്ന് അദ്ദേഹം പലതവണ പറയുകയുണ്ടായി. ഇതിൽ 5-ൽ പറയുന്നതാണ് ഇത്, അല്ലാതെ കുഞ്ഞിനെ കൊണ്ടുപോയി ഒരിക്കലും ജീവനോടെ കത്തിക്കാൻ പറഞ്ഞിട്ടില്ല. 2-ാമതും പറയാണ്, പിന്നീട് പറയാണ്, ഒരു പെൺകുട്ടി എന്ത് ചെയ്തിട്ട് മരണം വരെയും അച്ഛന്റെ വീട്ടിൽ നിൽക്കേണ്ടി വന്നാലും അവൾക്ക് ചേരാത്ത പുരുഷനെ കൊടുക്കരുത്. ഒരു പെൺകുട്ടിയെയും അവൾക്ക് ചേർച്ചയില്ലാത്ത പുരുഷന് കൊടുക്കാൻ പാടില്ല. അവൾ മരണം വരെയും അച്ഛന്റെ വീട്ടിൽ നിന്നുകൊള്ളട്ടെ എന്നാണ്. അല്ലാതെ എന്തല്ല, 6 വയസ്സാകുമ്പോഴേക്കും തോന്നിയ ആൾക്ക് 80-കാരനും 90-കാരനും പിടിച്ചു കൊടുക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ആ വർത്തമാനം മുഴുവൻ കേട്ട ആളാണ് ഞാൻ. കേട്ടത് കൊണ്ട് അദ്ദേഹം പറഞ്ഞതിൽ ഒരക്ഷരം പോലും എടുക്കാനില്ല.
എന്ന സത്യം പറഞ്ഞുകൊണ്ട്, കാരണം എനിക്ക് സമയത്തിന്റെ പരിധിയുണ്ട്, എനിക്ക് മനസ്സിലാകും, എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ ഓരോന്നിനുമുള്ള മറുപടി ഞാൻ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്.